ഒരു ഗിവ് അവേ ആയാലോ? ഇതാട്ടോ ഞാൻ ജേർണൽ ചെയ്യുന്ന ബുക്ക്. അതേ ക്വാളിറ്റിയിൽ അതിനെക്കൂടെ കുറച്ചുകൂടെ ഒരു വലിപ്പമുള്ള ഒരു ബുക്കാട്ടോ ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരാൻ പോകുന്നത്. ഇതിൻ്റെ പേജൊക്കെ നല്ല അടിപൊളി പേജാട്ടോ, നല്ല തിക്കായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള പേജാണ്. സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സൊക്കെ കൊടുക്കുന്നത് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒരു ലെവലിൽ ഹിറ്റ് ചെയ്തതിൻ്റെ ശേഷം കേട്ടോ. ബട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ട്. ബട്ട് ഗൈസ് ഞാനിടുന്ന വീഡിയോസൊക്കെ ചിലതൊക്കെ 1000+, അതുപോലെ തന്നെ ചിലതൊക്കെ 100, ചിലത് 300 ആ റേഞ്ചിലൊക്കെ ആട്ടോ മിക്ക വീഡിയോസും വരുന്നത്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ എൻ്റെ ഈ ചാനൽ തുടങ്ങിയത് ആരോടും പറഞ്ഞിട്ടില്ല. ബട്ട് ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ എനിക്ക് ഇത്രയും നിങ്ങൾ സപ്പോർട്ട് തരികയാണെങ്കിൽ ഈ തുടക്കത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും എൻ്റെ വക ഒന്ന് കൊടുക്കണം എന്നുള്ള രീതിയിലാട്ടോ ഞാൻ ഇതിപ്പോൾ കൊടുക്കുന്നത്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്തിരിക്കണം കേട്ടോ. ഞാനൊരു കുഞ്ഞു പെയിൻറ്റിങ് ആട്ടോ ഇവിടെ ചെയ്യുന്നത്. ഇത് നമ്മുടെ മറ്റേ നൊസ്റ്റു വാട്ടർ കളർ വെച്ചിട്ടാട്ടോ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതേപോലെ തന്നെ ഇത് ഞാൻ ആദ്യം ഒരു ഔട്ട്ലൈൻ വരച്ച് അതിൻ്റെ മുകളിൽ ഞാൻ പെന്നോണ്ട് ജസ്റ്റ് ഒന്ന് ഡാർക്കൻ ചെയ്തതിന് ശേഷം പിന്നെ ചിത്രം വരച്ച് ഇങ്ങനെ കളർ ചെയ്ത് വരാം കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണാൻ അത്രയും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മളെ മൈൻഡ് തീരെ ഓക്കെ അല്ലെങ്കിൽ ജസ്റ്റ് ഇതേമാതിരി എന്തെങ്കിലും ഒരു ചിത്രം വരച്ചതുപോലെ നല്ല കളറും ചെയ്യുമ്പോൾ കിട്ടുന്നൊരു റിലാക്സേഷൻ, നമ്മുടെ കളർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക റിലാക്സേഷൻ ആയിരിക്കും. എന്നാൽ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ റാൻഡമായിട്ട് കുറച്ച് പിക്ചേഴ്സ് വരയ്ക്കുക, അതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു വേറെ തന്നെ ഫീലാണ്. 2 ദിവസം മുന്നേ ഞാൻ പുറത്ത് പോയപ്പം കണ്ടപ്പോൾ വാങ്ങിയതാട്ടോ ഈ കളറ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഈ കളർ കൊണ്ട് ഒരുപാട് ഞാൻ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നല്ല രസമാട്ടോ ഇതിൽ ചെയ്യാൻ. നമ്മൾ ചെറുപ്പത്തിൽ ഇതിന് തീവണ്ടി കളർ എന്നാണ് പറയൽ. ഇങ്ങനെ കട്ടക്കട്ടായിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാട്ടോ പെയിൻറ്റ് ചെയ്യുന്നത്. ഇത് ഭയങ്കര സ്പീഡിലിട്ടിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആക്ച്വലി ഇന്ന് ഞാൻ പിൻട്രസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടതാട്ടോ ഈ ഒരു പിക്ചർ. ആക്ച്വലി പിൻട്രസ്റ്റിനെ മാതിരി ആയിട്ടില്ലെങ്കിലും ഒപ്പിക്കാന്നുള്ള രീതിയിലൊക്കെ അയക്കുന്നു കേട്ടോ. സോ ഗൈസ്, നിങ്ങൾ അഭിപ്രായം പറയുന്നത് ഇതിൻ്റെ ഒരു ക്ലോസപ്പ് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ.